ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് നമ്മുടെ അമ്മൂമ്മ വഴി നീളെ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിച്ചെടുത്ത് രൂപയുടെ അടുത്തേക്കും വരുന്നുണ്ട്. 10 പൈസ ഇല്ല മോളെ, പ്രകാശിന് എങ്ങനെയെങ്കിലൊക്കെ ഡിസ്ചാർജ് ചെയ്യണം, പൈസയൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ രൂപയൊന്നും ക്ഷമിക്കുന്നില്ല, പോയി പണിയെടുത്ത് ജീവിക്ക്, ഒരുപാട് ഉപദ്രവിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മേനെ ആട്ടി വിടുവാണ്. അതേസമയം വിക്രമാണെങ്കിൽ ദീപേനെ ഉപദ്രവിക്കാൻ വേണ്ടി വരുമ്പോൾ കിരണും കല്യാണിയും കറക്റ്റ് സമയത്ത് വന്നിട്ട് വിക്രത്തിന് നല്ല പണി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ദേഷ്യം വിക്രത്തിനുണ്ട് കേട്ടോ. വിക്രം പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ മോളെ മരുമകൻ ഞാൻ പുതപ്പ് മൂടി കിടത്തിയിരിക്കും, നോക്കിക്കോ എന്ന് പറയാണ്. പിന്നെ തന്നെ ഈ അവസ്ഥയിലാക്കിയത് കാർത്തികയാണല്ലോ. കാർത്തികനൊന്ന് കാണാൻ വേണ്ടി വിക്രം പോവാണ്. വിക്രം വാതിൽ മുട്ടുമ്പോൾ കാർത്തിക് ഒറ്റക്കാരിക്കോട്ടെ വീട്ടിൽ. എന്ത് വേണോടാന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി, രാവും പകലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് മാസക്കൂലിയെങ്കിലും താ, ഞാനൊരു 6 മാസം പണിയെടുത്തല്ലേ, അതിന്റെ പൈസ എങ്കിലും താന്ന് പറയുമ്പോൾ, പൈസയോ? അപ്പൊ ഭക്ഷണം കഴിച്ചത് ഏത് വകയെ കൂട്ടണം? പ്ലീസ് ഞാൻ പറയണ കേക്ക് ചേച്ചി, എനിക്ക് പൈസ താന്ന് പറയാണ്. ചേച്ചിയോ? ആരുടെ ചേച്ചിയുടെ? നീ ശരിക്കും പറയാൻ രക്തബന്ധം കൊണ്ട് നിന്റെ ചേച്ചി തന്നെയാണ്, പക്ഷെ എനിക്കത് ഇഷ്ടമല്ലടാ നീ ചേച്ചി എന്ന് വിളിക്കുന്നത്. ആ വാക്ക് കേൾക്കുമ്പോൾ പോലും എനിക്ക് ദേഷ്യം വരുവാന്ന് പറയാണ്. മര്യാദയ്ക്ക് നിങ്ങൾ പൈസ തരുന്നുണ്ടോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ തരില്ല, നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ വിക്രം കാർത്തികടുത്ത് പറഞ്ഞിട്ട്, ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അറിയണോ? നിങ്ങളുടെ ഒരു അനിയത്തിയില്ലേ കല്യാണി, അവളോട് പോയി ചോദിക്കും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അവള് പറയും ചേച്ചിയാണെന്ന് ഞാൻ നോക്കൊന്നുമില്ല, ഈ കൊന്നു കളയും ഞാൻ എന്ന് പറയുമ്പോൾ, അതെയോ, എന്നാ നീ കൊല്ലടാ, നീ കൊല്ലും, ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ഞാൻ നിന്ന് തരും, പക്ഷെ നീയും നിന്റെ അച്ഛനും തോൽക്കണത് ഞാൻ കണ്ടല്ലോടാ, നിന്റെ അമ്മമ്മയെ പിച്ചെടുക്കാൻ നാട് ഫുള്ളും, അത് നീ അറിഞ്ഞോ? അതെ, എനിക്ക് പൈസ തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലടാ 10 പൈസ തരില്ല എന്ന് പറയാണ്. ശരി, നിങ്ങൾക്കുള്ള പണി ഞാൻ തന്നോളാം എന്ന് വിക്രം പറയാണ്. അങ്ങനെ വിക്രവും അതുപോലെ തന്നെ പ്രകാശനും കൂടി കാർത്തികക്കും ലക്ഷ്മിക്കും പണി കൊടുക്കാൻ വേണ്ടി ഒരുങ്ങാൻ പോവാട്ടോ. കാരണം അവരെങ്ങനെയെങ്കിലൊക്കെ ഇല്ലാതാക്കണം. കാരണം കിരണിനോടും കല്യാണിയെടുത്തും നമ്മുടെ ദീപയെടുത്തുള്ള ദേഷ്യത്തിനേക്കാൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ദേഷ്യം കാർത്തികടുത്ത് ലക്ഷ്മിയെടുത്താട്ടോ. കാരണം ആ തരത്തിലാണല്ലോ പറ്റിച്ചത്, 10 പൈസ കൊടുത്തുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കാർത്തികക്കിട്ട് തന്നെ ഒരു പണി കൊടുക്കാൻ വേണ്ടി വിക്രവും അതുപോലെ തന്നെ പ്രകാശനും കൂടി ഒരുങ്ങുന്ന ഭാഗമായിട്ട് നമ്മളിനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.